പോലീസ് ജനങ്ങളുടെ സംരക്ഷകരാണ്. ആ സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് കേരളത്തിലെ പോലീസ് നയം. ജനങ്ങളുടെ പോലീസാക്കുകയാണ്. എത്രമാത്രം മാറ്റങ്ങൾ ഇപ്പോൾ പോലീസിൽ വന്നിട്ടുണ്ട്. പോലീസിന്റെ കസ്റ്റഡി മർദ്ദനങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്തു വരുന്ന സന്ദർഭത്തിൽ ആഭ്യന്തരമന്ത്രി ഓൾവേസ് പോലീസ് മന്ത്രി കൂടെയായ നമ്മുടെ പിണറായി വിജയൻ സഖാവിനെ ഒന്നും മിണ്ടാനില്ലാത്ത സാഹചര്യത്തിൽ കുപ്പിയിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുകയാണ് നമ്മുടെ ചിറ്റപ്പനെ. അപ്പൊ ചിറ്റപ്പൻ പറയുന്നത് പോലീസിനെ അങ്ങ് അടിമുടി മാറ്റി ജനങ്ങളുടെ സംരക്ഷകരായിട്ട് പോലീസിന്റെ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ ചിറ്റപ്പൻ അതിനെപ്പറ്റി എണ്ണി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കേൾക്കാം ചിറ്റപ്പന്റെ ആ വാക്കുകൾ, മറുപടിയും പറയാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായി നിങ്ങൾ നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ്. നമ്മുടെ ഏക വരുമാനം എന്ന് പറയുന്നത് യൂട്യൂബും ഫേസ്ബുക്കും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നിരുന്ന മോണിറ്റൈസേഷൻ ഏണിംഗ് മാത്രമായിരുന്നു. ഒരുപാട് പേര് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചടിച്ച് നമ്മുടെ റീച്ചും താഴേക്ക് പോയി മോണിറ്റൈസേഷനും ഇല്ലാത്ത അവസ്ഥയിൽ വന്നപ്പോഴാണ് പ്രേക്ഷകരോട് നമ്മൾ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് സഹായം അഭ്യർത്ഥിച്ചത്. നല്ല രീതിയിൽ തന്നെ ഇതുവരെയും നമ്മുടെ വാക്കുകളെല്ലാം കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകൾ നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട്. തുടർന്നും അത് വേണമെന്ന് പറയുകയാണ്. കുറച്ച് നാളുകൾക്കുള്ളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് സോർട്ട് ചെയ്യാനുള്ള പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓക്കെ ആവും. അതുവരെ മാത്രമേ നിങ്ങൾ എന്നെ സാമ്പത്തികമായി പിന്തുണയ്ക്കേണ്ടതുള്ളൂ എന്നുകൂടി പറയാം. അപ്പൊ നമുക്ക് ചിറ്റപ്പനിലേക്ക് മടങ്ങി വരാം. ചിറ്റപ്പൻ ആദ്യം പറഞ്ഞാൽ നിങ്ങൾ മറന്നോ? ഒന്നുകൂടെ കേട്ടോ. പോലീസ് ജനങ്ങളുടെ സംരക്ഷകരാണ്. ആ സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് കേരളത്തിലെ പോലീസ് നയം. പോലീസ് ജനങ്ങളുടെ സംരക്ഷകരാണ്. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. സംരക്ഷണം കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ. ഒരു പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ മുഖത്ത് നോക്കി ആട്ടും, അല്ലെന്നുണ്ടെങ്കിൽ പിടിച്ച് കൂമ്പിലിട്ട് ഇടിക്കും. കൂടിപ്പോയി ഇപ്പൊ ഞങ്ങളെ പോലുള്ള സ്ത്രീകളൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ പരാതി എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്റ്റ് കയ്യിലേക്ക് തരും. അതല്ലാതെ നമ്മളെ വെട്ടിക്കൊന്നിട്ടിട്ട് പോയാൽ ആ ക്രൈം സീനൊക്കെ ഒന്ന് നോക്കി CCTV ഒക്കെ നോക്കി ആളുകൾ പിടിച്ചു കൊടുത്താൽ കൊലപാതകയെ പിടിച്ചുകൊണ്ടുപോയി കോടതി നിർത്തും. ഇതാണ് ആകെ ഇവിടെ സംരക്ഷിക്കാൻ ചെയ്യുന്നത്. അങ്ങ് കേരള പോലീസിനെ അങ്ങ് ഇവര് ഭയങ്കരമായിട്ട് ജനങ്ങളുടെ സംരക്ഷകരാക്കി മാറ്റി എന്നാണ് പറയുന്നത്. ആ മാറ്റത്തെ കുറിച്ചാണല്ലോ നമ്മളിപ്പോ കാണുന്നത്. കൂലിച്ചു നിർത്തി ഇടിക്കുന്ന തരത്തിലുള്ള മാറ്റം. ആ ചിറ്റപ്പൻ പറ. ജനങ്ങളുടെ പോലീസാക്കുകയാണ്. ചിരിച്ചിരിക്കും വയ്യാതെ. ജനങ്ങളുടെ പോലീസോ? ഏത് കേരള പോലീസിനെ തന്നെയാണോ ഈ പറയുന്നതിന്റെ ചിറ്റപ്പ? മോശമായി പോയി. ജനങ്ങളുടെ പോലീസോ? ഞങ്ങൾ ചിരിച്ചങ്ങ് മരിക്കും. ഏത് ജനത്തിനെ ഇവരെ കൊണ്ട് പ്രയോജനമുള്ളത്? അല്ല, മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പങ്കുവച്ച ഒരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടായിരുന്നല്ലോ. ഒരു അച്ഛനും മകളും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാൻ വേണ്ടിട്ട് പോയതാ. അയാളെ വീട്ടിൽ കയറി ആരും അയാളെ കൊല്ലുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവരോട് പെരുമാറിയ വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ? ഒന്നുകൂടെ വേണേ കണ്ടു നോക്കാൻ വേണ്ടിട്ട്. അച്ഛൻ വെള്ളം അടിച്ചിട്ടുണ്ട്. നിന്റെ അച്ഛൻ പറയുമ്പോ ഞങ്ങൾ ഊതാളെ സാധനം വെച്ചോണ്ടിരിക്കാം പൂജിപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതാണ് പോലീസ് സ്റ്റേഷൻ. ഇത് തന്നെ പോലീസ് സ്റ്റേഷൻ. ഇത് തന്നെ പോലീസ് സ്റ്റേഷൻ. ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു പരാതിയും കൊണ്ട് വന്നതിന് ഇങ്ങനെയാണ് വരുന്നവരെ സംസാരിക്കുന്നത്. മനസ്സില്ല. നമ്മള് അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു നിങ്ങളടുത്ത് ഞങ്ങൾക്ക് നോക്കാൻ മനസ്സില്ല. അത് തന്നെ നമ്മൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു. ഞങ്ങൾ അനാവശ്യമായിട്ട് പറയും. അപ്പൊ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് വരുന്നവരെ പറയാം. അത് പോലീസ് തന്നെ ഞങ്ങൾ പറയും. ഇല്ലേ? ഇതാണല്ലോ ഇവിടെ കേൾക്കാം. എന്തായാലും പോലീസ് സ്റ്റേഷൻ നെയ്യാതെ മാത്രമല്ലല്ലോ. നീ വേറെ പോലീസ് ഇതിന്റെ കൂടെ പോലീസ് സ്റ്റേഷൻ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? നീ പോടേ. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊണ്ടുവന്ന ഇതാണ് ഇത് തന്നെ അല്ലേ? ഇത് തന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തി വിടുക, പഠിക്കാൻ വരിക. നമ്മളൊരു കാര്യം സംസാരിച്ചാൽ ഞാൻ വെള്ളം അടിച്ചിട്ടാണ് വന്നത്. അങ്ങനെയും പറയും. ഇങ്ങനെ സംസാരിക്കും അല്ലേ? പറയും. അങ്ങനെയും പറയും. കൊള്ളാം എന്തായാലും കേട്ടോ. നമ്മളെ ഒരു എന്റെ പിള്ളേരുടെ തന്ത എന്നെ വീട് കയറി അടിക്കാൻ ഒരുത്തം വന്ന് വീട്ടിൽ വന്ന് ബെല്ല് വിളിച്ച് എന്നെ കുത്തി കയറുമെന്ന് പറഞ്ഞ് അടിക്കാൻ വന്ന് ബെല്ല് വിളിച്ച കാര്യം സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരാൾ അന്വേഷിക്കാൻ വന്നു. അന്വേഷിക്കാൻ പറ്റുന്ന കാര്യം ചോദിച്ചതിനാണ് നമ്മളെ ഇത്രയും നേരം ഈ രീതിയിൽ അല്ലേ? ഈ രീതിയിൽ നമ്മളെ പീഡിപ്പിച്ചു അല്ലേ? ഇങ്ങനെ പറയൂ കേട്ടോ. ഇങ്ങനെ പറ്റൂ. നീ പോ വീട്ടു പോ കേട്ടോ. ഇതാണ് ജനങ്ങളുടെ പോലീസ്. കൈയടിക്ക്. ഇങ്ങനെ ഒരു മാറ്റമാണ് പിണറായി വിജയൻ കൊണ്ടുവന്നെന്നാ പറയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 10 വർഷം മുമ്പ് കേരളത്തിലെ പോലീസ് സംവിധാനം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കറിയാം ജനമൈത്രി പോലീസ് എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. അതായത് പോലീസുകാര് ജനങ്ങളോട് മര്യാദയ്ക്ക് ഇടപെടണം. എടാ പോടാ തെറി അതൊന്നും പറയാൻ പാടില്ല. വളരെ മാന്യമായി പരാതി നൽകാൻ വരുന്നവരെ സ്വീകരിക്കണം. അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരുടെ കാര്യങ്ങൾ മാന്യമായി ഇടപെട്ട് തീർക്കണം എന്നതായിരുന്നു. അപ്പൊ ഈ ജനമൈത്രിയിലേക്ക് വന്നപ്പോൾ കേരള പോലീസിന് അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം അവർക്കറിയാവുന്ന ഇവിടെ പറയടാ 1 പറഞ്ഞ 2 അടിച്ചു കയർ ഇതായിരുന്നു അവർക്ക് അറിയാവുന്നത്. പക്ഷെ ഇതിൽ നിന്നൊക്കെ അങ്ങ് മാറേണ്ടി വന്നു. അന്ന് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നായിരുന്നു. അദ്ദേഹം ചെയ്ത വലിയൊരു കാര്യമായിരുന്നു ഈ പറഞ്ഞ പോലെ CCTV-കൾ എല്ലായിടത്തും സ്ഥാപിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം CCTV സ്ഥാപിച്ചുകൊണ്ട് എല്ലാം സുതാര്യമായി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ജനങ്ങളുടെ പോലീസും ജനങ്ങളുടെ മന്ത്രിസഭയുമായി മാറ്റണം എന്നതുകൊണ്ട് അദ്ദേഹം ചെയ്തൊരു സംഗതിയാണ്.
പിണറായി സഖാവ് അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്ത സംഗതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചിരുന്ന CCTV അഴിച്ചു മാറ്റുക എന്നുള്ളത്. അത്രയ്ക്ക് സുതാര്യത വേണ്ട. ഏത് അതിനുശേഷം പോലീസ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജനമൈത്രിയായി വന്നതിന് ശേഷം പഴയ കേരള പോലീസ് എങ്ങനെയാണോ അതേ മുഖം ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മളോടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിറ്റപ്പൻ ചിരിപ്പിക്കാൻ നോക്കുന്നത്. അടുത്ത ഡയലോഗ് കേട്ടാ നിങ്ങൾ കരയും. ഒന്ന് കേട്ടോക്കെ. എത്രമാത്രം മാറ്റങ്ങൾ ഇപ്പോൾ പോലീസിൽ വന്നിട്ടുണ്ട്. പരിഷ്കരണങ്ങൾ, ജയിൽ പരിഷ്കരണം എത്രമാത്രം മനുഷ്യത്വപരമായ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. പോലീസിൽ വന്നിരിക്കുന്ന മാറ്റമാണ് ജയിൽ പരിഷ്കരണം. ചിറ്റപ്പന്റെ വായുന്നത് അറിയാതെ വീണു. ആകെ പരിഷ്കരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ജയിൽ. അത് പിന്നെ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സ്ഥലമാണല്ലോ. കാരണം കേരളത്തിലെ എല്ലാ ജനങ്ങളെയും അങ്ങോട്ട് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് യാതൊരു തർക്കവും ഇല്ല. കാരണം മനസമാധാനമായിട്ട് ജീവിക്കാനായിട്ട് ഒരു മനുഷ്യൻ വിചാരിച്ചാലും അവനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ പോലീസിൽ കൊണ്ട് കേസ് കൊടുത്താൽ അവന് നീതി കൊടുക്കാതെ അവനെ റിബലാക്കി മാറ്റി അവസാനം അവൻ തന്നെ പോയി ഈ പറയുന്ന നീതിയും ന്യായവും ഒക്കെ കയ്യിലെടുത്ത് കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ അയാളെ വെട്ടിക്കൊന്ന് ജയിലിൽ പോവാ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് മര്യാദക്കാരെല്ലാവരെയും മോശക്കാരാക്കി അവരെയൊക്കെ ജയിലിൽ എത്തിക്കും. ഇതാണ് മനുഷ്യത്വപരമായിട്ടുള്ള മാറ്റം. നാണം ഉണ്ടോ പറയാൻ നിങ്ങൾക്ക്? നാണം ഉണ്ടോ പറയാൻ? ജയിലാണോ നിങ്ങൾ പരിഷ്കരിക്കേണ്ടത്? ജയിലാണോ നിങ്ങൾ പരിഷ്കരിക്കേണ്ടത്? ജയിലിലെ മെനു നിങ്ങൾ പരിഷ്കരിച്ചു. ജയിലിലുള്ള ആളുകൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഭാവിയിൽ നിങ്ങളുടെ ആളുകൾ മുഴുവൻ അവിടെ എത്തുന്നുവല്ലോ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ എന്തിനാ ഈ ജയിൽ മാത്രം ഇങ്ങനെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്? പണ്ട് വടിവേലുവിന്റെ ഒരു സിനിമയുണ്ട്. പുള്ളി ഇതേപോലെ രാജാവായിട്ട് വരുന്ന സമയത്ത് പുള്ളി പറയും ഒന്നും ശരിയാക്കണ്ട, ജയിൽ മാത്രം ശരിയായി കൊടുത്താൽ മതി. എന്താ അങ്ങനെ പറയുന്നത്? നിങ്ങളൊക്കെ അങ്ങോട്ട് പോകാനുള്ളതാ. ഈ അവിടെ ചെന്ന് കുറവൊന്നും വരത്തില്ല, അതുകൊണ്ടാ ഞങ്ങൾ അത് മാത്രം നേരെയാക്കുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? മനുഷ്യത്വപരമായിട്ട് ചെയ്തേക്കുന്ന സംഗതിയാ ഇടതുപക്ഷ സർക്കാർ. ജയില് പരിഷ്കരിച്ചെന്ന് കൈയടിക്കും. ഇതിനും കൈയടിക്കും. ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കാണുകയും ചെയ്യേണ്ടത്. അല്ലാതെ 12 വർഷം മുമ്പും ഒക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ കണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. അല്ലാണ്ട് 12 വർഷം ഒരു തിരുത്തുണ്ട് ജയരാജൻ സഖാവേ. സോറി മൈ ഡിയർ ചിറ്റപ്പ, 12 വർഷമല്ല, 2 വർഷം മുമ്പാണ് ആ പയ്യനെ പിടിച്ചിരുത്തി ഈ കുനിച്ച് ഈ അടി ഇടിച്ചത്. എന്തുകൊണ്ടാ അന്ന് പരാതി കൊടുക്കാഞ്ഞത്? ഇന്ന് പരാതി കൊടുത്തെന്താന്നൊക്കെ ചിറ്റപ്പൻ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് കേട്ടു. അന്നും പരാതി കൊടുത്തു. ആരോടാ പരാതി കൊടുക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, എന്നെ ഒരു പോലീസുകാരൻ ഇടിച്ച് അവച്ചതാക്കി നശിപ്പിക്കാനായി ഞാൻ ആരോടാ പരാതി കൊടുക്കണ്ടേ? എനിക്ക് കോടതി കൊടുക്കണമെങ്കിലും മേലിടത്തേക്ക് കൊടുക്കണമെങ്കിലും എന്റെ കയ്യിൽ എന്താ വേണ്ടത്? ഞാൻ ഇടി കൊണ്ടു എന്നുള്ളതിന്റെ എവിഡൻസ്. ഞാനൊരു വൂൺ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ അതുവരെ നിങ്ങൾ ഇല്ലാന്ന് പറയും. പേഴ്സി ജോസഫിന്റെ കാലത്ത് ആ സമയത്ത് എന്താ ഉണ്ടായത്? പേഴ്സി ജോസഫിന്റെ കേസിൽ വൂൺ സർട്ടിഫിക്കറ്റ് കൊതു കടിച്ച പോലെയാണെന്നൊക്കെയാണ് പറഞ്ഞു വരുത്തിയത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഒരു മനുഷ്യന് ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ നീതി ലഭിക്കണമെങ്കിൽ ഒരു ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതാണ് CCTV. അത് കിട്ടാൻ വേണ്ടി 2 വർഷം അയാൾ പോരടിച്ച് നടന്നു. എന്താ കൊടുക്കാഞ്ഞേ? വിവരാവകാശം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് എന്താ കൊടുക്കാഞ്ഞേ? അതുപോലും ഇല്ലാണ്ട് അയാൾ എങ്ങനെ പരാതിപ്പെടണമെന്നാ പറയുന്നത്? നിങ്ങൾ പറയുന്നുണ്ട് അയാൾ കോൺഗ്രസ്സുകാരനാണല്ലോ, അതുകൊണ്ട് സതീശന് കൊടുക്കാം, VT ബൽറാമിന് കൊടുക്കാം, അവർക്ക് കൊടുക്കാം, ഇവർക്ക് കൊടുക്കാം. ആർക്ക് കൊടുത്തിട്ട് എന്താ കാര്യം? ജനങ്ങൾക്ക് ബോധ്യപ്പെടാതെ നിങ്ങളുടെ തനിനിറം പുറത്തു വരുമോ? 12 വർഷം എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. 12 വർഷം മുമ്പ് അടികൊണ്ടൊന്നുമല്ല. ആ ചെറുക്കന് വലിയ മാറ്റമൊന്നുമില്ല. കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതോ ഇനി വേറെ വല്ല വീഡിയോ ആണോ ചിറ്റപ്പൻ കണ്ടത്? കാര്യം പറഞ്ഞിട്ടാണോ ഈ സംസാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അടിയന്തരാവസ്ഥ മുതൽ തുടങ്ങാം. രാജനെ കൊണ്ടുപോയി കത്തിച്ച് വെണ്ണീറാക്കിയില്ലേ? ഓ 12 വർഷം എന്ന് ചിറ്റപ്പൻ പറഞ്ഞത് വെറുതെ അല്ല. പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും വേണ്ടേ? അതുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്തെ രാജനെ അന്ന് കോൺഗ്രസ്സുകാർ ചെയ്തില്ലേ ലോക്കപ്പ് മർദ്ദനം? രാജൻ എവിടെയാന്ന് പോലും അറിഞ്ഞൂടാ. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഇന്നും അറിഞ്ഞൂടാ. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാന്നാ പറയുന്നത്. എന്റെ ദൈവമേ, കെട്ടിടം വീണ് കഴിഞ്ഞാൽ അത് 9 വർഷം മുമ്പ് ഭരിച്ചവരുടെ കുറ്റം. ഇപ്പൊ പോലീസിൽ പരാതി പറയാൻ ചെല്ലുന്നവരെയും വെറുതെ റോട്ടിൽ നിൽക്കുന്നവരെയും എന്തിനാ ചുമ്മാ മെക്കെട്ട് കയറുന്നതെന്ന് ചോദിക്കുന്നവരെയും ഇടിച്ച് കൂമ്പിടിച്ച് വാട്ടിക്കഴിഞ്ഞാൽ അതും 12 വർഷം മുമ്പാണെന്ന് പറഞ്ഞു വരുത്തുന്നത് അടിയന്തരാവസ്ഥ കാലത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാ. നിങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്ത് എത്ര നാൾ പിടിച്ചു നിൽക്കും? എനിക്ക് അറിയാൻ പാടത്തോണ്ട് ചോദിക്കാം. ഈ പറയുന്ന നിങ്ങളുടെ അണികളും ഇങ്ങനെ തന്നെ, ഈ അടിമക്കമ്മികളും ഇങ്ങനെ തന്നെ ഒരു ത്രാസം കൊണ്ടാണ് നടക്കുന്നത്. എന്തെങ്കിലും ഒരു കുഴപ്പം പറഞ്ഞാൽ പറയും ഞങ്ങൾ മാത്രമാണോ, മറ്റവരുണ്ടല്ലോ. അപ്പൊ രാജനെ വെണ്ണീറാക്കിയതുപോലെ നിങ്ങൾക്കും വെണ്ണീറാക്കാമെന്നാണെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യൂ, ധൈര്യമായി ചെയ്യൂ. 2025 ബാക്കി ജനങ്ങൾ നോക്കിക്കോളും. എന്താ ചെയ്യാൻ പാടില്ല ചിറ്റപ്പ? ചെയ്യുന്നില്ലേ? ഒരു ലോക്കപ്പ് മർദ്ദനങ്ങളും അനുവദിക്കില്ല. ഒരു ലോക്കപ്പ് മർദ്ദനങ്ങളും അനുവദിക്കില്ല എന്നാ പറയുന്നത്. ഒരു ലോക്കപ്പ് മർദ്ദനങ്ങൾ. അപ്പൊ നിങ്ങൾക്കറിയാം ഈ സുജിത്തിന്റെ കേസ്, ആ ഒരു CCTV ദൃശ്യം സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പുറത്തു വന്നതിന് ശേഷം എത്ര ലോക്കപ്പ് മർദ്ദനങ്ങളുടെ CCTV ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു? ഇദ്ദേഹം എന്താ വാർത്ത കാണാത്തൊരു വ്യക്തിയാണ്? ഞാൻ പറഞ്ഞില്ലേ, കുപ്പിന്ന് അങ്ങോട്ട് ഇറക്കി വിട്ടേക്കോ. ഇപ്പൊ പുള്ളിക്ക് ഒന്നും അറിഞ്ഞൂടാ. എത്ര ലോക്കപ്പ് മർദ്ദനങ്ങൾ നടന്നു? അങ്ങ് ആടിനെ പട്ടിയാക്കുന്ന പോലെയാണ് പറയുന്നത്. പണ്ടും ഇവിടുത്തെ ജനങ്ങൾ ഇവരിങ്ങനെയാണ് വഞ്ചിക്കുന്നത്. നടന്നൊരു കാര്യം ഇല്ല എന്നങ്ങ് പറഞ്ഞു കളയും. പണ്ട് ഈ പേപ്പർ മാത്രം ഉള്ളായിരുന്ന സമയമല്ലോ. അപ്പം ഇന്ന് നടക്കുന്ന കാര്യം എന്താണോ പേപ്പറിൽ എഴുതി വരുന്നത് അത് വിശ്വസിക്കുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ. അതിന്റെ ഒറിജിനൽ വേർഷൻ ഒന്നും കാണാനുള്ള വകുപ്പൊന്നും അവർക്കില്ല. എല്ലാവരും പത്രപ്രവർത്തകരൊന്നും അല്ലല്ലോ. അപ്പൊ ദേശാഭിമാനി കൊണ്ട് ഇങ്ങനെയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പച്ചയ്ക്ക് ഇത്രയധികം ദൃശ്യങ്ങളും വെളിച്ചത്ത് വന്നിട്ട് ഇദ്ദേഹം പറയുകയാണ് ലോക്കപ്പ് മർദ്ദനങ്ങൾ ഞങ്ങളുടെ ഭരണകാലത്ത് സംഭവിക്കില്ല. അപ്പൊ ഇപ്പൊ സംഭവിച്ചതോ? ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതോ? ഇത്രയും CCTV വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ CCTV വെച്ചിരിക്കുന്നത്? അവിടെ നടക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആണോ എന്ന് മേലധികാരികൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ.
2 വർഷം മുമ്പ് ഈ ഒരു സംഭവം നടന്നിട്ട് നിങ്ങളുടെ മേലധികാരികളുടെ ശ്രദ്ധയിൽ എന്തുകൊണ്ട് പെട്ടില്ല? അപ്പൊ നിങ്ങൾ അത് ചെക്ക് ചെയ്യാറില്ല. നിങ്ങൾ വേറെ എന്തിനോ വേണ്ടി ആണ് ഇപ്പൊ ആ CCTV വെച്ചിരിക്കുന്നത്. ജനങ്ങളുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് അതിങ്ങനെയൊക്കെ പുറത്തു വരുന്നു എന്നതാണ് സത്യം, അല്ലെ? എവിടെയെങ്കിലും തെറ്റായ നിലപാടുകൾ ഉണ്ടെങ്കിൽ പോലീസ് നിയമങ്ങളും ചട്ടങ്ങളും വിട്ട് പ്രവർത്തിച്ചാൽ ആ ഘട്ടങ്ങളിൽ തന്നെ ശക്തമായ ഇടപെട്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ അതീവ ജാഗ്രതയോടുകൂടി തന്നെ ഈ ഗവൺമെന്റ് പ്രവർത്തിക്കും. ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. പോലീസിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ എന്തുകൊണ്ടാണ്? സഖാവ് ജയരാജൻ ഒന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചിട്ട് കാര്യമില്ല. പുള്ളി ഇതൊന്നും അറിയാറില്ല. 18 വകുപ്പെടുത്ത് കക്ഷത്തിൽ വെച്ചിരിക്കുന്നത് ഇത് വേറെ ആരെങ്കിലും കയ്യിലിരുന്ന് അവരത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ട് ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും വരുമോ എന്ന പേടി കൊണ്ടാണ്. അല്ലാതെ ഇത് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന കാര്യം കൊണ്ടല്ല. അറിയാൻ പാടില്ല, പുള്ളി അറിയാറുമില്ല. ഇപ്പൊ ഒരുപാട് പേര് പോലീസിൽ ജോലി കിട്ടിയവരെ നിർബന്ധിച്ച് വിരമിച്ചു പോവാ. എന്തുകൊണ്ടാ പോലീസിലുള്ള ആളുകൾ ഇത്രയധികം മാനസിക ആരോഗ്യം അവരുടെ ബാധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാ? ഒരു പോലീസുകാരൻ എത്ര മണിക്കൂറാണ് ഡ്യൂട്ടി എടുക്കുന്നതെന്ന് അറിയാമോ? ഈ മേലുദ്യോഗസ്ഥരുടെ വായിൽ നിന്നും പബ്ലിക്കായിട്ട്, അത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, എത്രമാത്രം ഹാരാസ്മെന്റ് അവർ നേരിടുന്നതെന്ന് അറിയാമോ? ഈ ഫ്രസ്ട്രേഷൻ അവർ എവിടെ കൊണ്ട് തീർക്കുന്നതെന്ന് അറിയാമോ? പാവപ്പെട്ട ജനങ്ങളുടെ മുതുകത്ത്. സത്യം പറഞ്ഞാൽ അതാണ് ഇവിടെ നടക്കുന്നത്. നമ്മളൊരു പരാതിയായിട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരോട് എതിർത്തൊരു വാക്ക് സംസാരിക്കുമ്പോൾ അവർ പെട്ടെന്ന് ട്രിഗർ ആവുന്നത് എന്തുകൊണ്ട്? അവർക്ക് എന്താ ദേഷ്യം വരുന്നേ? അവരെന്തിനാ ഒന്നു പറഞ്ഞാൽ രണ്ടാമത്തിന് കൈ വെക്കുന്നേ? അതിനുശേഷമുള്ള കോൺസിക്വൻസിനെ പറ്റി അവർ ചിന്തിക്കുന്ന പോലും ഇല്ല എന്നതിന്റെ അർത്ഥം എന്താണ്? അവര് മനുഷ്യർ തന്നെയാണ്. അവര് മെന്റലി ഓക്കെ അല്ല. എന്തുകൊണ്ട് ഓക്കെ അല്ല? അപ്പൊ പറയും പോലീസിന്റെ പണി എന്നൊക്കെ പറഞ്ഞ അങ്ങനെയാ. 72 മണിക്കൂറും അതിൽ കൂടുതലും ഒരു പോലീസുകാരൻ ഉറക്കമില്ലാതെ റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യാന്നുള്ള അവസ്ഥയൊന്നും ഇതിനു മുമ്പ് വരെ കേരള പോലീസിൽ ഉണ്ടായിട്ടില്ല. കേരള പോലീസിൽ ഇപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നടപടി എടുക്കാൻ നിങ്ങൾ മടിക്കുന്നത്, അങ്ങനെ നടപടി എടുത്ത് മാറ്റി നിർത്തിയാൽ മൊത്തം പോലീസുകാരെയാണ് നിങ്ങൾ മാറ്റി നിർത്തേണ്ടി വരും. എത്ര പേര് നിങ്ങൾ മാറ്റി നിർത്തും? ലീവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക കുറെ ആൾക്കാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷൻ കിട്ടിയ അത്രയും നല്ലത്. ഭാര്യയുടെയും കുട്ടിയുടെയും കൂടെ അത്രയും ദിവസമെങ്കിലും നിൽക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പോലീസുകാർ ഇരിക്കുന്നത്. അത്ര പോലും കുടുംബ ബന്ധങ്ങൾ ഒലഞ്ഞിരിക്കുന്ന പോലീസുകാർ. കാരണം അവിടെ വീട്ടിലെത്താൻ പറ്റുന്നില്ല. അത്രത്തോളം ആബ്സെൻസും ഉണ്ട്. എന്തെങ്കിലും ഒരു രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പ്രശ്നങ്ങൾ കൊടുക്കും. ഞാൻ പറയാം, ഉമേഷ് വള്ളികുന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു CPO ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അദ്ദേഹം 2 വർഷമായി സസ്പെൻഷനിൽ നിൽക്കുന്നു. ഇൻക്രിമെന്റ് ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ശമ്പളം ആയിക്കോട്ടെ, എല്ലാം തടഞ്ഞു വെച്ചേക്കുക. എന്താണ് കാരണം എന്നറിയാമോ? ഈ പറയുന്ന പോലീസിലുള്ള പ്രശ്നങ്ങളെ പറ്റി അദ്ദേഹം പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിലൂടെ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മധു ബാബു എന്ന DYSP പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അയാൾ ഇനിയും പരാതികളുമായിട്ട് ആളുകൾ വരും എന്നാ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് നല്ലപോലെ അറിയാം അയാൾ എത്ര പേരെ ഇടിച്ചിട്ടുണ്ട്, എത്ര പേരെ കായികമായി കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് നന്നായിട്ട് അറിയാം. എന്ത് നടപടിയാണ് നിങ്ങൾ എടുക്കുന്നത്? നിങ്ങൾ ന്യായം പറയുന്നവർക്കാണ് നിങ്ങൾ നടപടി എടുക്കുന്നത്. അല്ലാതെ ക്രിമിനൽസിനെ ഒന്നും തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അവരെ കൊണ്ടാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഇത് പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. ഞാൻ 2025 കേട്ടിട്ടുള്ള ഏറ്റവും വലിയ തമാശയാട്ടോ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത്. തീരുമാനം എടുത്തിരിക്കും, പ്രവർത്തിച്ചിരിക്കും, അത് നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. ഇത് പിണറായി വിജയന്റെ ഗവൺമെന്റാ. എന്ത് തീരുമാനം എടുത്താലും യൂട്ടേൺ അടിക്കുന്ന ഒരൊറ്റ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ആ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. ഒരേ കാര്യത്തിൽ ഉറപ്പില്ല. എന്ത് കാര്യത്തിൽ? ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. എന്തായിരുന്നു ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാനായിട്ട് കാണിച്ച ആവേശം? ഒരു സൈഡിൽ കൂടി വനിതാ മതിൽ ഉണ്ടാക്കി, അതിന്റെ മറവിൽ ഇപ്പുറ സൈഡിൽ പോലീസിന്റെ അകമ്പടിയോടുകൂടി എന്തായിരുന്നു? ഒരു കോടതി വിധി വന്നാൽ അതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സാഹചര്യമാണെങ്കിൽ ആ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കി, ആളുകളെ കലാപത്തിൽ നിന്ന് ഒഴിവാക്കി ഒരു ഹർജി കൊടുത്ത് അത് പിന്നെ ആവട്ടെ എന്ന് വെക്കാമായിരുന്ന ഒരു സാഹചര്യത്തിൽ അതൊന്നും ചെയ്യാതെ പോലീസിന്റെ സുരക്ഷതയോടുകൂടി 2 യുവതികളായ സ്ത്രീകളെ മല കയറ്റാൻ വേണ്ടി എന്തായിരുന്നു ഇവിടെ കാണിച്ചു കൂട്ടിയത്? അതിന്റെ പാതിയിലൊരു അംശം നിലപാടിപ്പോണ്ടോ? ഇപ്പൊ പറയുന്നത് ബിന്ദു അമ്മണിയും കനകദുർഗയൊന്നും ഭക്തരല്ലായിരുന്നു എന്നാ. അപ്പൊ അന്ന് അവരാരായിരുന്നു? ഭക്തരെ വെച്ചിപ്പോൾ അയ്യപ്പ സംഗമം നടത്താൻ പോവാ. അപ്പൊ പറയുന്ന വാക്കിലോ ചെയ്യുന്ന കാര്യങ്ങളിലോ നിലപാട് എന്നൊരു സാധനമില്ലാത്ത മനുഷ്യനെ പറ്റിയാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. കൈയടിക്കും. ആരാന്നറിയാവോ? നട്ടലില്ലാത്ത അടിമകൾ. ഞങ്ങളെ കിട്ടില്ല. ആ ഗവൺമെന്റ് ജനങ്ങളുടെ സംരക്ഷണം നൽകുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും. സംരക്ഷണം നൽകുന്ന ഗവൺമെന്റ് ആയിരിക്കും. സംരക്ഷണം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പാലക്കാട് നെന്മാറയില് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു സംഭവം നടത്തിയിരുന്നു. പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും. ചെന്താമര. അയാളൊരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ അപ്പുറത്തെ വീട്ടിലെ 2 കുട്ടികളുടെ അമ്മേനെ, മുടി നീളമുള്ള ഒരു സ്ത്രീ എന്റെ ജീവിതം നശിപ്പിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് വെട്ടിക്കൊന്നു അയാള് ജയിലിൽ പോയി. ജയിലിൽ കിടന്ന് അവിടെ നിന്ന് പരോളിൽ പുറത്തു വന്നു. പുറത്തു വിടല്ലേ എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ കോടതി പുറത്തു വിട്ടിട്ട് എന്ത് സംഭവിച്ചു? വീണ്ടും ഇയാൾ വന്ന് ഈ കുട്ടികളുടെ ബാക്കിയുള്ള അച്ഛനെയും അമ്മൂമ്മയും ഒക്കെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അവര് വീടൊക്കെ മാറിപ്പോയി. പോലീസിനോട് വിളിച്ചു പറഞ്ഞു. പോലീസ് വന്നിച്ച് എന്താ വരെ മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞ് തോളത്ത് തട്ടിയിട്ട് പോയി. ആ പെങ്കൊച്ചു പറയുന്ന കണ്ടോണ്ട് നിൽക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ അതിന്റെ അച്ഛൻ അങ്ങോട്ട് എന്തോ സാധനം എടുക്കാൻ വന്നപ്പം ഒളിച്ചിരുന്ന ചെന്താമര അച്ഛനെയും കൊന്നു, അമ്മൂമ്മയും കൊന്നു. ആ പിള്ളേരുടെ കരച്ചിലൊന്ന് കേൾക്കണം. നിങ്ങൾ പോലീസുകാർ ഇനി അയാളെ തുറന്നു വിടും, ബാക്കി ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, ഞങ്ങളെ കൂടി അങ്ങ് കൊല്ലട്ടെ എന്നാണ് ആ പിള്ളേര് പറഞ്ഞത്. എന്നിട്ട് ഈ ചെന്താമരെ പിടിച്ചല്ലോ എന്ന് വേണമെങ്കിൽ ചിറ്റപ്പന് പറയാം. ആരാ പിടിച്ചേ? അവിടുത്തെ നാട്ടുകാർ. ഈ നെന്മാറ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ തുടക്കത്തിൽ കാണിച്ച ആ വീഡിയോയും. ഇതാണ് പോലീസുകാരുടെ ഇപ്പോഴത്തെ ഒരു നയം. എന്ത് സംരക്ഷണം നൽകുന്നതാണ് പിന്നെയും പറയുന്നത്? നിങ്ങൾക്ക് തന്നെ പറ്റാണ്ട് നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ ചുമച്ച് തന്നെ പോകണം. എന്ത് സംരക്ഷണം നൽകുന്നതാണ്? നിങ്ങൾക്ക് ഒളിപ്പില്ല ഇങ്ങനെ പറയാനായിട്ട്.
നിങ്ങൾ പണ്ടത്തെ പോലെ ഇങ്ങനെ പറഞ്ഞു പെരിപ്പിച്ചു വെക്കുന്ന ഒരു സംഗതി അല്ല ഞങ്ങളുടെ അനുഭവം അതല്ല. ഞങ്ങളിപ്പോൾ ഓരോ കാര്യത്തിനു വേണ്ടിയും ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ ചെയ്ത വീഡിയോയിൽ നോക്കിക്കോളൂ, പോലീസിനെ വിളിക്കോ, 100-ൽ വിളിക്കോ, പോലീസിനോട് പറയുമെന്ന് പറയുമ്പോൾ ആളുകളെ പുച്ഛിച്ചിട്ടല്ല. പോലീസ് ഏത് പോലീസാ വരുന്നത്? കഴിഞ്ഞ ദിവസം എന്റെ ഫ്രണ്ടിന് ഒരു അനുഭവം ഉണ്ടായി. മദ്യപിച്ചിട്ട് വന്നിട്ട് വഴിയിൽ നിർത്തിയിട്ടിരുന്ന വണ്ടിയിട്ട് വന്നിടിച്ച് അവിടെ ഒരു വിഷയം ഉണ്ടായി. പോലീസിനെ വിളിച്ചു, പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ. വിളിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസ് ഇല്ല. മദ്യപിച്ചിരുന്നവര് വരെ പോലീസ് എട്ടറാ എന്നും പറഞ്ഞ് അവിടെ നിന്നിട്ട് പോലീസ് വന്നില്ല. അവസാനം അമര പടം നോക്കി പോയി. അത് കഴിഞ്ഞ് പോലീസ് വന്നു. എന്തായിരുന്നു വിഷയം എന്ന് പറഞ്ഞു. ആകെ വന്ന് ഫോട്ടോ എടുത്തു. ഇപ്പൊ റെഡിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് പോയ പോക്കാം. 2-3 ആഴ്ചയും കണ്ടായി ഒരു വിവരമില്ല. എന്നാൽ സ്റ്റേഷനിൽ വന്ന് പരാതി എഴുതുന്നോ, ഞങ്ങൾ അതിന്റെ പുറകിൽ അന്വേഷിക്കാന്നോ ഒന്നും പറഞ്ഞില്ല. ഇതിന് മുമ്പ് ഇതേപോലെ തന്നെ ഒരു ലൈഫ് ത്രെട്ട് സീൻ ഉണ്ടായ സമയത്ത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് പോയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ആകെ 3 പേരേ ഉള്ളൂ. ഒരു പ്രേതാലയം പോലെ ആയിരിക്കുന്നു. അവര് തന്നെ അവിടെ പേടിച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഈ 3 പേരെ വെച്ച് എന്ത് ചെയ്യാനാ? കൊച്ചി പോലത്തെ ഒരു സിറ്റിയിൽ ഈ പിള്ളേർ ഈ പറയുന്ന പോലെ ഓരോരുത്തരും ബോധമില്ലാതെ നടക്കുന്ന ഈ നാട്ടില് ഇതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷന്റെ അവസ്ഥ. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാനായിട്ട് യാതൊരു ഉളുപ്പും തോന്നില്ല. എന്റെ ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇങ്ങനെ ആടിനെ പട്ടിയാക്കിയാണ് ഇത്രയും നാളും നമ്മളെ കഴുതകളാക്കിക്കൊണ്ടിരുന്നത്. ഇനിയും ഇത് അനുവദിച്ചു കൊടുക്കണം. എഴുതി കൊടുത്താലല്ലാതെ ഒരു വാക്ക് മാധ്യമങ്ങളോട് പറയാൻ പോലും സാധിക്കാത്ത ഒരു മനുഷ്യനെ പറ്റിയാണ് ഇദ്ദേഹം ഇങ്ങനെ അങ്ങ് പൊക്കി പറയുന്നത്. നിങ്ങൾ പൊക്കിക്കൊണ്ട് നടന്നാൽ മതി, നമുക്ക് അതിന് പറ്റൂല. നമുക്ക് പണി അറിയാവുന്ന ഒരാൾ തന്നെ വേണം. ആഭ്യന്തരമായാലും മുഖ്യമന്ത്രി ആയാലും ആ ഒരു സീറ്റ് ഇങ്ങനെ ഒരു വ്യക്തിക്കുള്ളതല്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത്. ഇത് പറയുന്നത് കൊണ്ട് എന്നെ റോട്ടിലിട്ട് അടിച്ചു പോലൊന്നും എനിക്കറിയില്ല, പക്ഷെ പറഞ്ഞേ പറ്റൂ. ആരെങ്കിലും ഒരാൾ പറയണ്ടേ. ദയവേത് നിങ്ങൾക്കും ഇതുപോലെ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വീഡിയോ എടുക്കാം. പോലീസ് ആക്ട് തന്നെ അതിന് നിങ്ങൾ അനുവദിക്കുന്നുണ്ട്. അതായത് പോലീസ് നിങ്ങളോട് എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ എടുക്കാവുന്നതാണ്. യാതൊരു രീതിയിലുള്ള പ്രൊഹിബിഷനും നിങ്ങൾക്കില്ല, യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ഷൂട്ട് ചെയ്യാം. മര്യാദക്കല്ല പെരുമാറിയെന്നുണ്ടെങ്കിൽ പോലീസിൽ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. മെയിൻ സ്ട്രീം മീഡിയസിന് അങ്ങോട്ട് അയച്ചു കൊടുത്തേക്ക്. 24 ന്യൂസ് ആയാലും മനോരമ ന്യൂസ് ആയാലും ഈ പറയുന്ന എല്ലാ ന്യൂസുകാരെയും ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ കിട്ടും. അവർ ഒരു വാട്സ്ആപ്പ് നമ്പർ ഉണ്ടാവും, അതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ബാക്കി ജനങ്ങൾ നോക്കിക്കോളും. വേറെ വഴിയില്ല നമുക്ക്. അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.